അയോധ്യയിലേക്ക് പോകുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ ക്ഷേത്രത്തിൽ ധ്വജാരോഹണത്തിന് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. ഇതിപ്പോൾ റോഡ് ഷോ മാത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ BJP പ്രവർത്തകരെല്ലാവരും അവിടെ വഴിയരികിലുണ്ട്. അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പതാക ഉയർത്തലുണ്ടാവും. ധ്വജാരോഹണ ചടങ്ങിൽ നിരവധി പ്രമുഖർ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിനായി പ്രധാനമന്ത്രി അയോധ്യയിലെത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായാണ് ചടങ്ങ്. ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആണ് ഇപ്പോൾ നടക്കുന്നത്. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിടയിൽ തന്നെയാണ് റോഡ് ഷോ നടക്കുന്നത്. റോഡ് ഷോയുടെ ഭാഗമായി പ്രധാനമന്ത്രി ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ധ്വജാരോഹണ ചടങ്ങ് നടക്കും. അതിനുശേഷം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും, അല്ലേ നോബൽ? അരുൺ, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തും. ഇപ്പോൾ അയോധ്യ വിമാനത്താവളത്തിൽ നിന്നുള്ള റോഡ് ഷോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ റോഡ് ഷോ ആണ്. വലിയ സുരക്ഷയിൽ വലിയ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയും. പുഷ്പങ്ങൾ എറിഞ്ഞു അത്തരത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുകയാണ് എല്ലാവരും. വലിയ റോഡ് ഷോ എന്ന് തന്നെ വേണം പറയാൻ. എന്താണെങ്കിലും അയോധ്യ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിർമ്മാണം അടക്കം പൂർത്തിയാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് ഇന്നിപ്പോൾ കടക്കാൻ പോകുന്നത്. ധ്വജാരോഹണം ഇന്നിപ്പോൾ 12 മണിയോടെ നടക്കും എന്നാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. 12 to 1 അതിനുള്ള മുഹൂർത്ത സമയമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു മുമ്പ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഹനുമാൻ ഗഡ്ഡി ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ രാംലല്ല ദർശനം പൂർത്തിയാക്കും. അതിനുശേഷമാണ് ഈ ചടങ്ങിലേക്ക് എന്താണെങ്കിലും എത്തുക. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിക്കും ഏറെ വൈകാരികമായ ഒരുപാട് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ തറക്കല്ലിടുന്ന അടക്കം അയോധ്യ തറക്കല്ലിട്ട അടക്കം മോദിയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കുന്നത്. 5 വർഷം പൂർത്തിയാകുമ്പോഴാണ്, 5 വർഷം എടുത്തുകൊണ്ടാണ് ഈ നിർമ്മാണം മൊത്തത്തിൽ പൂർത്തിയാക്കിയത്. എന്താണെങ്കിലും അയോധ്യ ക്ഷേത്രം പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമുക്ക് കാണാൻ കഴിയും. ദേശീയ പതാക വീശിക്കൊണ്ട് ഒരുപാട് ആളുകൾ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അയോധ്യയിൽ എത്തുമ്പോൾ അത് വലിയൊരു സന്ദേശം കൂടിയാണ് നൽകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി മാത്രമല്ല, RSS മേധാവി മോഹൻ ഭാഗവത്, ഒപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ, ഒപ്പം അമിതാഭ് ബച്ചൻ അടക്കമുള്ള സിനിമാ താരങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾ, കായിക താരങ്ങൾ, അത്തരത്തിൽ വലിയൊരു നീണ്ട നിര തന്നെ ആളുകൾ ഇന്നിപ്പോൾ അവിടെ അത്തരത്തിൽ VIP-കളൊക്കെ എത്തുന്നുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി തന്നെ ഇതിനെ മാറ്റുകയാണ് ഇന്നിപ്പോൾ. എന്താണെങ്കിലും പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. രാമക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലെത്തും. അതിനു മുമ്പ് അദ്ദേഹം ഹനുമാൻ ഗഡ്ഡി ക്ഷേത്രത്തിലടക്കം ദർശനം നടത്തും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും അതിന് പിന്നാലെ ഒരു പക്ഷേ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മോദിയുടെ പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അയോധ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയോധ്യ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് BJPയെ സംബന്ധിച്ച്. അത്തരത്തിൽ അതുകൊണ്ട് വലിയ പ്രാധാന്യം അതിനുണ്ട്. എന്താണെങ്കിലും വലിയ ചടങ്ങായി തന്നെ അതിനെ മാറ്റുക എന്നാണ് ഇന്നിപ്പോൾ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇന്നിപ്പോൾ അയോധ്യയിലേക്ക് 11:58 മുതൽ 1 മണി വരെ നീളുന്ന ശുഭമുഹൂർത്തത്തിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക. റോഡ് ഷോയ്ക്ക് തൊട്ടു പിന്നാലെ ഹനുമാൻ ഗഡ്ഡി ക്ഷേത്ര ദർശനവും രാംലല്ല ദർശനവും മോദി നടത്തും. അതിനുശേഷമാണ് ധ്വജാരോഹണ ചടങ്ങ് നടക്കുക. 161 അടി ഉയരമുള്ള പ്രധാന കവാടത്തിനു മുകളിലാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ ക്ഷേത്ര നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതായുള്ള ഒരു വിളംബരമാണ് യഥാർത്ഥത്തിൽ ധ്വജാരോഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞു, ക്ഷേത്ര നിർമ്മാണം അവസാനിച്ചു എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി 11:58-നും 1 മണിക്കും ഇടയിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്താം. സാകേത് കോളേജ് മുതൽ അയോധ്യ ധാം വരെയാണ് റോഡ് ഷോ. 12 മണിക്കായിരിക്കും പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുക. മോഹൻ ഭാഗവത് RSS നേതാവടക്കം ചടങ്ങിൽ പങ്കെടുക്കും.